2ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം 2025 നടന്ന പാദവാർഷിക പരീക്ഷ ലിസാനിൻ്റെ ചോദ്യപേപ്പറാണിത്. 50 മാർക്കാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ, നെക്തുബുൽ അജ്വിയത്ത ബിലുവത്തിൽ അറബിയ. നമുക്ക് അറബിയിൽ ഉത്തരങ്ങൾ എഴുതാം. ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. മാ ഹാദ, ഇത് എന്താണ്? ചിത്രത്തിൽ ഒരു മാമ്പഴം. അതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ഹാദ മാഞ്ച. മാഞ്ച എന്ന് മാത്രം എഴുതിയാൽ പോരാ, ഹാദ മാഞ്ച, ഇത് മാങ്ങയാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മാ ഹാദിഹി, ഇത് എന്താണ്? അതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ഹാദിഹി ഹിറത്തുൻ. ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചയാണ്. മൂന്നാമത്തെ ചിത്രം നോക്കൂ. മൻ ഹാദ, ഇത് ആരാണ്? ഇത് ആരാണ് എന്നതിന് ഉത്തരം എഴുതുമ്പോൾ ഹാദ ബാസിമുൻ എന്നെഴുതാം. പാഠഭാഗത്ത് തന്നിട്ടുള്ളത് ഹാദ ബാസിമുൻ എന്നാണ്. ഇത് ബാസിമാകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാദ ഇബിനുൻ എന്നും എഴുതാം. ഇത് ആൺകുട്ടിയാകുന്നു. ആ ഉത്തരവും ശരിയാണ്. ഹാദ ഇബിനുൻ, ആൺകുട്ടിക്ക് ഇബിനുൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹാദ ഇബിനുൻ എന്ന് എഴുതാം. ഇത് ആൺകുട്ടിയാണ്. അടുത്ത ചോദ്യം നോക്കൂ. മാ ഹാദിഹി, ഇത് എന്താണ്? ഒരു പൂവിൻ്റെ ചിത്രമാണ്. ഹാദിഹി സഹ്റത്തുൻ, അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് ഹാദിഹി സഹ്റത്തുൻ, ഇത് പൂവാണ്. ചോദ്യത്തിൽ തന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഹാദ എന്നുള്ളതിൻ്റെ കൂടെ ഉത്തരം എഴുതുമ്പോഴും ഹാദ എന്ന് എഴുതണം. ഹാദിഹി എന്നതിൻ്റെ കൂടെ ഉത്തരത്തിൽ ഹാദിഹി എന്ന് തന്നെ എഴുതണം. രണ്ടിൻ്റെയും അർത്ഥം ഇത് എന്നാണ്. അടുത്തത് നോക്കൂ. നുക്കമ്മിലുമായു നാസിബ്, യോജിച്ചത് ചേർക്കാം. ഹാദ ഹാദിഹി, അതിൽ നിന്നും യോജിച്ചത് ചേർക്കാം. ഒന്നാമത്തെ ചോദ്യം ഡേഷ് ബാബുൻ. ബാബുൻ വാതിൽ, വാതിൽ എന്നാണ് അർത്ഥം. അതിൻ്റെ കൂടെ വരുന്ന പദം ഹാദ. ബാബുൻ എന്നതിൻ്റെ അവസാനത്തിൽ താ വന്നിട്ടില്ല, അതുകൊണ്ട് അത് പുല്ലിംഗ പദമാണ്. അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഹാദ. ഹാദ ബാബുൻ, ഇത് വാതിലാണ്. രണ്ടാമത്തെ നോക്കൂ. ഷജറത്തുൻ. ഷജറത്തുൻ മരം, അതിൻ്റെ അവസാനത്തിൽ ഒരു താ വന്നതുകൊണ്ട് ഹാദിഹി. ഹാദിഹി ഷജറത്തുൻ, ഇത് മരമാണ്. മൂന്നാമത്തെ കുർസിയുൻ, കസേര, അത് പുല്ലിംഗ പദമാണ്. അതിൻ്റെ അവസാനത്തിൽ താ ഇല്ല, അതുകൊണ്ട് ഹാദ കുർസിയുൻ, ഇത് കസേരയാണ്. അടുത്ത നോക്കൂ. ദജാജത്തുൻ. ദജാജത്തുൻ പിടക്കോഴി, അത് സ്ത്രീലിംഗ പദമാണ്. ദജാജത്തുൻ എന്ന പദത്തിൻ്റെ അവസാനത്തിൽ താ വന്നതുകൊണ്ട് അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഹാദിഹി. ഹാദിഹി ദജാജത്തുൻ, ഇത് പിടക്കോഴിയാണ്. ഹാദിഹി ദജാജത്തുൻ. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. ഡേഷ് ദീക്കുൻ. ദീക്കുൻ എന്നതിൻ്റെ അർത്ഥം പൂവൻ കോഴി. ദീക്കുൻ പൂവൻ കോഴി. ദീക്കുൻ എന്നത് പുല്ലിംഗ പദമാണ്. അതിൻ്റെ കൂടെ ഹാദ. ഹാദ ദീക്കുൻ, ഇത് പൂവൻ കോഴിയാണ്. ആറാമത്തെ സയ്യാറത്തുൻ. സയ്യാറത്തുൻ കാർ. സയ്യാറത്തുൻ എന്നതിൻ്റെ അവസാനത്തിൽ താ വന്നതുകൊണ്ട് ഹാദിഹി സയ്യാറത്തുൻ, ഇത് കാറാകുന്നു. ഹാദിഹി സയ്യാറത്തുൻ. അതുപോലെ ശ്രദ്ധിച്ച് എഴുതാം. അടുത്ത് നോക്കൂ. നുക്കമ്മിലു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലേതുപോലെ പൂരിപ്പിക്കാം. അവിടെ തന്നിട്ടുണ്ട് അന. അന എന്ന് തന്നിട്ടുണ്ട്. അന എന്നതിൻ്റെ അർത്ഥം ഞാൻ. അവിടെ ഒരു ഉസ്താദിൻ്റെ ചിത്രം. അപ്പുറത്ത് എഴുതിയിട്ടുണ്ട് ഉസ്താദുൻ. അന ഉസ്താദുൻ, ഞാൻ ഉസ്താദാണ്. നമുക്ക് രണ്ടാമത്തെ അടുത്തത് നോക്കൂ. ഒരു പെൺകുട്ടി ഒരാൺകുട്ടിയോട് വിരൽ കൊണ്ട് ചൂണ്ടി പറയുന്നു. ഇബിനുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്തായിരിക്കും? ഇബിനുൻ ആൺകുട്ടി. അപ്പോൾ നീ ആൺകുട്ടിയാണ്. അവിടെ എഴുതേണ്ടത് അൻത. അവിടെ എഴുതേണ്ട വാക്ക് അൻത, നീ ആൺകുട്ടിയാണ്. അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. അടുത്ത ചിത്രം നോക്കൂ. ആൺകുട്ടി പെൺകുട്ടിയോട് പറയുന്നു.
ബിന്തുൻ എന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും വരിക? നീ പെൺകുട്ടിയാണ്. അൻതി ബിന്തുൻ. പെൺകുട്ടി എന്നതിൻ്റെ ബിന്തുൻ എന്നതിൻ്റെ കൂടെ വരുന്ന വാക്ക് അൻതി. അൻതി നീ. അടുത്ത ചിത്രം നോക്കൂ. വാഴപ്പഴം. അതിൻ്റെ കൂടെ അന എന്ന് തന്നിട്ടുണ്ട്. ഇനി വാഴപ്പഴത്തിന് അറബിയിൽ പറയുന്നത് മൗസുൻ. അന മൗസുൻ. ഞാൻ വാഴപ്പഴമാണ്. അന മൗസുൻ. മൗസുൻ എന്നാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ. പൈനാപ്പിൾ. പൈനാപ്പിളിന് അറബിയിൽ പറയുന്ന പേര് അനാനാസുൻ. അനാനാസുൻ എന്നാണ് അവിടെ എഴുതേണ്ടത്. അന അനാനാസുൻ. ഞാൻ പൈനാപ്പിളാണ്. കുട്ടികൾക്ക് ഓരോ വാക്കുകളും എഴുതി തന്നെ പഠിപ്പിക്കുക. ചോദ്യപേപ്പർ വളരെ എളുപ്പമായിരിക്കും. ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു.